ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം. എല്ലാവരും തങ്ങളുടെ സമൃദ്ധി നല്ലോ അല്ല, വഴിപാടിട്ടത്. 21 ലൂക്ക് 21-34. 21-34. ഓക്കെ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ദൈവാത്മ പറയുന്നു. 1 അതിഭക്ഷണം, 2 മദ്യപാനം, 3 ഉപജീവന ചിന്തകൾ. അപ്പൊ നമുക്കാണെങ്കിൽ അതിഭക്ഷണം ഹല്ലേലൂയ, നമുക്കൊക്കെ ഒരുവിധമൊക്കെ കുഴപ്പമില്ല, എന്നാലും അത് ഇച്ചിരി മോശമാണ്. മദ്യപാനം, അയ്യോ, മദ്യപിക്കുന്ന എത്ര മോശമായ കാര്യമാണ്. ഉപജീവന ചിന്ത, അയ്യോ, അതിനെന്താ പ്രശ്നമെന്ന് വിചാരിക്കല്ലേ. നമ്മളൊക്കെ അങ്ങനെയല്ല ഗ്രേഡ് വെക്കുന്നത്. അവിടെ മാതാർക്കോസിൽ സൂക്ഷിച്ച ദൈവം പറഞ്ഞ പാപങ്ങളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ തലയിലേക്ക് 3-4 ലിസ്റ്റഡ് പാപങ്ങളുണ്ട്. എന്താ? വ്യഭിചാരം, മോഷണം, പിന്നെന്താ പറയാ, കൊലപാതകം, ഇങ്ങനെയൊക്കെ നമ്മുടെ തലയിലേക്ക് ഇതൊക്കെ പാപമായിട്ട് വരുള്ളൂ. പക്ഷേ ഇവിടെ ഹല്ലേലൂയ, മദ്യപാനം പോലെ അതിഭക്ഷണം പോലെ ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ പാപം തന്നെയാണ് ഉപജീവന ചിന്ത. അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്ന ഒന്നാണ് അതിഭക്ഷണം. നമ്മളെ നശിപ്പിക്കും അല്ലേ? ഹല്ലേലൂയ. നമുക്ക് പലവിധ രോഗങ്ങളെ കൊണ്ടുവരും. മദ്യപാനം ശരീരത്തെ നശിപ്പിക്കുന്ന അതുപോലെ തന്നെയാണ് ഉപജീവന ചിന്ത. നമ്മൾ നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ മദ്യപിക്കുന്നത് പോലെ തന്നെയാണ്, അതിഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണ് ഹല്ലേലൂയ. നമ്മൾ അതിനകത്ത് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ദിവസം കെണി പോലെ നമുക്ക് വരുമെന്ന് പറയുന്നത്. അതാണ് എബ്രായ ലേഖകൻ പറഞ്ഞേക്കുന്നത്, സകല ഭാരം മുറുകെ പറ്റുന്ന പാപം വിട്ടു. അപ്പൊ മുറുകെ പറ്റുന്ന പാപം വിടണോ നമ്മളല്ല, പക്ഷെ സകല ഭാരങ്ങളും വിടാൻ പറയുമോ? പൗലോസ് മറ്റൊരു പറഞ്ഞ്, അപ്പൊ ഹല്ലേലൂയ, നിന്റെ ഭാരം നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിന്റെ അടുക്കിലേക്ക് കൊടുക്കാൻ പറയുന്നു. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങൾ പത്രോസും പറയുന്നു, എല്ലാവരും പറയുന്നു, പക്ഷേ യേശു കർത്താവ് തന്നെ പറഞ്ഞത്, നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. അപ്പൊ ഈ വിചാരങ്ങൾ, നാളെ കുറിച്ചുള്ള ചിന്ത, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ കെണി പോലെ ഇത് മദ്യപാനം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കർത്താവിന്റെ വരവെങ്കിലേക്ക് നമ്മൾ ഒരുക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളെ മാറ്റിക്കളയും. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ഉള്ളിൽ ഒരു ഭാരം വന്ന് നമുക്ക് മര്യാദയ്ക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ബൈബിള് വായിക്കാൻ എടുത്ത് നിവർത്തി വയ്ക്കും, ചിലപ്പോൾ വായിക്കുന്നുണ്ടാവും, പക്ഷെ വായിക്കുന്നതൊന്നും നമ്മുടെ തലയിലോട്ട് കയറത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മുന്നമേ പോകേണ്ടുന്ന കാര്യം ഭാരമാണ്. പൗലോസ് അപ്പോസ്തലൻ മറ്റടുത്ത് പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്താ പറയാ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ചിന്തകളെയും നമുക്ക് ദൈവസന്നിധി പിടിച്ചടക്കാൻ ശക്തി പ്രാപിക്കണം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വരുന്ന ചിന്തകളും വിചാരങ്ങളുമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നത്. നമ്മളെ ഓട്ടം സ്ഥിരതയോട് ഓടാതിരിക്കാൻ വേണ്ടി ഹല്ലേലൂയ നമ്മളെ പുറകിൽ നിന്ന് വലിക്കുന്നത്. അതുകൊണ്ടാ നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോട് ഓടണം. എന്ത് വേണം? സകല ഭാരങ്ങളും മാറ്റണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ആ 3 കാര്യം ഞാനിപ്പോ അപ്പോൾ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടു. അപ്പൊ ഈ 3 കാര്യവും നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് എന്നിട്ട് അടുത്ത പറഞ്ഞ, അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. അപ്പൊ അത് സകല ഭൂതലത്തിൽ വസിക്കുന്ന എല്ലാവർക്കും അത് വരും. ഹല്ലേലൂയ.
അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി അടുത്ത കർത്താവ് ഒരു മാർഗം കൂടെ പറഞ്ഞിരുന്നു. ആകിയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടത് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പൻ. അപ്പൊ നമ്മൾ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാനായിട്ട് യോഗ്യരായി മാറുവാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പൻ. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മുടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മൾ ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉറക്കം വിട്ട് എഴുന്നേൽക്കണം. നമുക്ക് പലപ്പോഴും ജീവിച്ചിരിക്കുന്നതെന്ന് പേരുണ്ടെങ്കിൽ നമ്മൾ മരിച്ചവരാകുന്നു. നമ്മുടെ പ്രവൃത്തി മരിച്ചവന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അപ്പം അല്ലല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ കൊല്ലത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്ന് വണ്ടി നടത്തത്തെ കഴിയുമ്പോഴത്തേന് അവിടെ കുറച്ചൊന്ന് അവധി ദിവസം ഒക്ടോബർ 2 റോഡിലൊക്കെ ഹല്ലേലൂയ ഈ എന്താ മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കൾ കിടക്കുന്ന കണ്ടു. അപ്പൊ എനിക്കെന്തോ ഭയങ്കര ഒരു വല്ലാത്തൊരു അറപ്പ് പോലെ തോന്നിയിട്ട് ഞാനിങ്ങ് വണ്ടിയിലൊക്കെ കയറിയിട്ട് ചവിട്ടിയതൊന്നുമില്ല, പക്ഷെ വണ്ടിയിലൊക്കെ കയറിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് മാറും. വീട്ടിൽ വന്നിട്ടാണെങ്കിലും വെളിയിൽ പോയിന്ന് പൈപ്പിൽ കാലൊക്കെ നല്ലോണം ചെരുപ്പൊക്കെ നല്ലതോണം അവിടെ ഇറങ്ങിയതല്ലേ. അപ്പൊ ഞാനിങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അകത്ത് വന്നപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തേ, കർത്താവെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിലും നോർത്ത് ഇന്ത്യയിലൊക്കെ പോണേ. എൻ്റെ മനസ്സ് ഇപ്പോഴും ഇതാണെങ്കിൽ ഞാൻ എങ്ങനെ പോകും? എനിക്കൊരു വൃത്തിയില്ലാത്ത ബാത്റൂം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കയറാനും ബുദ്ധിമുട്ടാണ്. കയറി കഴിഞ്ഞാൽ അതിനപ്പുറത്തെ ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ കണക്ക് ഇതൊക്കെ നമ്മൾക്ക് നമ്മൾ ഇവിടെയൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഇതുവരെ അതിലോട്ടൊന്നും അഡ്ജസ്റ്റഡ് ആയിട്ടില്ല. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റപ്പിലാണ് നമ്മളെങ്കിൽ ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വളരെ ഈസിയാണ്, സുവിശേഷ പ്രവർത്തനത്തിന് പോകണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചത് ഈസി അല്ല എന്ന് എനിക്ക് ഇവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഞാനത് ഹല്ലേലൂയ ദൈവം ഓർമ്മിച്ചതായിരിക്കും. ഹല്ലേലൂയ ഞാൻ കുറേ നേരം അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടാനിടയായി. കാരണം നമുക്ക് ഹല്ലേലൂയ നമ്മുടെയൊക്കെ സാഹചര്യങ്ങൾ ഒക്കെ നമുക്കറിയാം. അതിൽ നിന്ന് ഹല്ലേലൂയ താഴേക്ക് പോകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ അതിനെക്കുറിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എല്ലാവരും റെഡിയാ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെക്കുറിച്ച് വല്ലാതെ വിചാരപ്പെടുന്നവരാണ്. ഹല്ലേലൂയ. ആമീൻ. കിലോമീറ്ററുകളൊന്നും ചെരുപ്പ് പോലും ഇല്ലാതെ ഹല്ലേലൂയ കല്ലും അഴുക്കും ഹല്ലേലൂയ ചിലപ്പോ പാമ്പും പഴുതാരൊക്കെ ഉള്ള വഴിയിലൂടെ ഒക്കെ നടക്കുന്ന അനേക നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനത്തിൽ പലരും പറഞ്ഞു കേട്ടു. നമ്മുടെ സാജു ബ്രദറൊക്കെ പറയുന്നേക്കാം 40-45 കിലോമീറ്ററുകൾ വണ്ടി പോലും പോകാത്ത വഴിയിലൂടെ അവർ വെറുതെ അല്ല കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. കാരണം വെച്ചാൽ അവിടെ ചെന്നാൽ കഞ്ഞി കുടിക്കണമെങ്കിൽ പോലും ചുമന്നുകൊണ്ട് പോകണം. ഹല്ലേലൂയ. അപ്പം അവർക്ക് കഴിക്കാനുള്ളതാണെങ്കിലും ഹല്ലേലൂയ അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ ഒരു സുവിശേഷ യോഗം പോലെ നടത്താനുള്ളതാണെങ്കിലും എല്ലാ സംഭവങ്ങളും അവർ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ഇപ്പൊ പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ബൈക്കൊക്കെ പോകുന്ന സൈക്കിളൊക്കെ പോകാവുന്ന ഹല്ലേലൂയ ഒക്കെ മാർഗങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ കാറും ജീപ്പും ഒന്നും ചെല്ലുന്ന അവസ്ഥയിലേക്ക് അല്ലാത്ത സ്ഥലത്തൂടെ ഒക്കെ അവരൊക്കെ കടന്നു പോകുന്നത്. നമ്മളിവിടെ ഒരു കിലോമീറ്റർ നടന്നിട്ട് വന്നപ്പോഴോ നടന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കാലുവേദനയും പുറം വേദനയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി സെറ്റപ്പ് ഇപ്പൊ അങ്ങനെയാ അല്ലേ? നമ്മൾ കുറച്ച് നടന്നിട്ട് വന്നേ, പിന്നെ കാലിന് വേദന, നടുവിന് വേദന, ശരീരത്തിന് വേദന, ആകപ്പാട് മൊത്തം വേദനയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും അത് യൂസ്ഡ് അല്ല. അപ്പൊ ദൈവത്തിന് വേണ്ടി ഇറങ്ങണം എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെയൊക്കെ അങ്ങോട്ട് വിടാത്തതിന്റെ കാര്യം എന്താണെന്നറിയാം? നമ്മളാരും ഒരുക്കപ്പെട്ടിട്ടില്ല. നമ്മളൊക്കെ അവിടെ പോയ കർത്താവേ എനിക്ക് വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞ് കർത്താവിനോട് സ്വസ്ഥത കൊടുക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളുടെയൊക്കെ മനസ്സ് ആദ്യം ഒരുങ്ങി കഴിയുമ്പോൾ ശരീരത്തെ നമ്മൾ ഒരുക്കണം. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ മനസ്സിന്റെ ജഡത്തിന്റെ ചിന്തകളൊക്കെ മാറണം. നമുക്കിപ്പോ എന്താ പ്രശ്നം വരുന്നത്? നമ്മൾ പോകുന്നതിന് മുമ്പേ നടക്കാൻ പറഞ്ഞ ഇപ്പൊ ആരും നടപ്പില്ല. ഇപ്പൊ ഈ കൂട്ടത്തിരിക്കാൻ മിക്കവാറുള്ളവരെല്ലാം
വീട്ടിൽ നിന്നേ വണ്ടി കയറും അല്ലേ? റോഡിൽ പോയിട്ട് പോലും അല്ല, വീട്ടിൽ നിന്നേ വണ്ടി കയറും. ഇപ്പോഴത്തെ ഏത് വീട്ടിലെ വണ്ടിയില്ലാത്ത വീടുകൾ വളരെ ചുരുക്കം. വീട്ടിൽ നിന്നേ വണ്ടി കയറുക. നമ്മളൊക്കെ അവിടെ പറയുന്നത് കാർപോർച്ചിൽ നിന്ന് വണ്ടി കയറും, ഹല്ലേലൂയ. പാർക്കിങ്ങിൽ നിന്ന് വണ്ടി കയറും, അടുത്ത ചെല്ലുന്നിടത്ത് ചെന്ന് ഇറങ്ങുന്നു, ഹല്ലേലൂയ. അവിടെ എങ്ങാണ് ഇച്ചിരി ഒരു ശകലം ഞങ്ങൾ ദുബായിലൊക്കെയാണ് ചില സമയത്ത് പാർക്കിംഗ് ഇച്ചിരി ദൂരെ കിട്ടി, ഇച്ചിരി അങ്ങോട്ട് നടന്നു പോയാൽ തന്നെ ഈ വെയിൽ കൊണ്ട് നടന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ല. അത് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി അല്ലെങ്കിൽ ഇവിടെ പോകാനുള്ളതൊക്കെ പോയി തിരിച്ചു വരും. ഇതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോഴത്തെ. ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ നടന്ന് അവിടുന്ന് ബസ്സിൽ കയറി അടുത്തടുത്ത് ചെന്ന് ഇറങ്ങി അവിടെ നടന്നൊക്കെ പോയി വരാണ്ട് നമ്മുടെ ബോഡി ഇപ്പം റെഡിയല്ല, ഫിറ്റ് അല്ല. ഇപ്പൊ അങ്ങനെ ഓരോരുത്തേക്ക് പോകണമെന്ന് നമ്മളോട് നേരത്തെ പറയുക, ഇന്ന സ്ഥലത്തേക്ക് ബസ്സിന് പോകണം അല്ലെങ്കിൽ ട്രെയിനിന് പോകണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ 2-3 ദിവസം മുമ്പേ ചിന്തിക്കാൻ തന്നെയുമ്പോ ഈ പോകുമ്പോൾ ബസ്സൊക്കെ കൃത്യമായിട്ട് കിട്ടുമോ, സീറ്റൊക്കെ കിട്ടുമോ ഇരിക്കാനായിട്ട്, പോയി വരുമ്പോൾ ശരീരത്തിന് വേദന ഉണ്ടാകുമോ അല്ലേ? ചിന്തിക്കത്തില്ലേ? കാരണം നമ്മുടെ ചിന്തയിൽ ഇത് കയറി സെറ്റ് ചെയ്യും. പോയി വരുമ്പോൾ വേദനയായിരിക്കും നമുക്ക്, ചിലപ്പോൾ സീറ്റും കിട്ടിയെന്ന് വരത്തില്ല, ഈ സീറ്റ് കിട്ടിയാലും തിരിച്ചു വരുമ്പോൾ ശരീരത്തിന് വേദനയായിരിക്കും. ഒരു ദിവസം പോകുമ്പോൾ നമുക്ക് ഇതാണ്, പക്ഷേ 10 ദിവസം അടുപ്പിച്ച് നമ്മൾ പോയി നോക്കിയേ, നമ്മുടെ ശരീരം അതിനെ പാകപ്പെടും. നമ്മൾ ആ ബോഡി ഹല്ലേലൂയ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയി മാറും, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പിന്നെ പോകുമ്പോൾ വേദനയും ക്ഷീണമൊക്കെ കുറയാൻ തുടങ്ങും, ഇല്ലാതിരിക്കും, ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ കാണുന്ന കാര്യം, നമ്മുടെ ചിന്തകൾ മുഴുവൻ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുക, ഈ ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുക. നമ്മുടെ നാളെ കർത്താവ് വന്നാൽ ദൈവം എത്ര പേര് ഇവിടുന്ന് പൊങ്ങിപ്പോകും എന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? നാളെ കർത്താവ് ഇങ്ങ് വന്ന കർത്താവിന്റെ കാഹള ശബ്ദം കേട്ടാൽ ഇവിടെ എത്ര വിശ്വാസികൾ, എത്ര പേര് സഭ എന്ന് നമ്മൾ പറയുന്ന ഈ സഭയിൽ എത്ര പേര് ദൈവത്തോട് കൂടെ ചേരും, എത്ര പേര് തള്ളപ്പെട്ടു പോകും? ചിന്തിക്കാറുണ്ടോ? കഴിഞ്ഞ ഏതൊരു ദൈവദാസം പറയുന്നത് കേട്ട്, ആശീർവാദമൊക്കെ സമയമാകുമ്പോഴത്തേക്ക് കണ്ണൊക്കെ അടച്ച് ആശീർവാദമൊക്കെ പറഞ്ഞ് കണ്ണു തുറക്കുമ്പോഴത്തേന് പല ആൾക്കാരും ഇവിടെ കാണാറുണ്ടാകും. അപ്പൊ ഞാൻ ദൈവം ഈ കർത്താവ് എങ്ങനെ വന്നോ, എന്നെ എങ്ങനെ ഉള്ള കൊണ്ടുപോകാൻ, ബാക്കിയുള്ളവരൊക്കെ പോയോ എന്ന് വിചാരിക്കും. കാരണം എല്ലാവരും വീട്ടിലേക്ക് പോയി സ്ഥലം വിടുന്നതായിരിക്കും, ഹല്ലേലൂയ. അപ്പൊ കർത്താവ് വന്നാൽ എത്ര പേരെ കൊണ്ടുപോകുന്ന ഓർത്തൊന്നും നമ്മളാരും ഭാരപ്പെടാറില്ല, നമ്മൾ തന്നെ പോകുന്ന ഓർത്തൊന്നും ഭാരപ്പെടാറില്ല. പക്ഷേങ്കില് നമ്മുടെ ചിന്തകളെല്ലാം ഈ ലോകവുമായി കണക്റ്റഡാ. ഈവൻ രാത്രി കിടക്കുന്ന അമ്മമാരെ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകേണ്ട കൊച്ചുങ്ങളൊക്കെ ഉണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കൊടുത്തു വിടുമെന്ന് ഓർത്ത് വരച്ച് ഭാരപ്പെടും. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്, നാളെ കറി എന്ത്, രാവിലെ എന്തുണ്ടാക്കി, ലഞ്ചിന് എന്ത് കൊടുത്തു വിടും, ഇതൊക്കെ ആയിരിക്കും രാത്രി കിടക്കാൻ പറയുന്ന ചിന്തകൾ. അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാലേ അവർക്ക് സമാധാനത്തെ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ, ഹല്ലേലൂയ. ഉപജീവന ചിന്തകൾ ഒരുപാട് ഭാഗത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഹല്ലേലൂയ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തവരാണ്. എല്ലാ മനുഷ്യരെയും ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ മനസ്സിൽ അവരെ സൃഷ്ടിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മളെ കുറിച്ചുള്ള എല്ലാ ഹല്ലേലൂയ എല്ലാവരെ കുറിച്ചുമുള്ള പ്ലാനും പദ്ധതി ദൈവത്തിനുണ്ട്. അപ്പൊ നമ്മൾ പറയും ദൈവത്തിന്റെ സമയം പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, ദൈവത്തിന്റെ സമയത്ത് കാര്യങ്ങൾ നടക്കും. ഇതെല്ലാം നമുക്ക് അറിയാമെന്നിരുന്നോണ്ട്, പക്ഷേ എന്തിനാ എന്നിട്ട് പിന്നെ ചിന്തകൾ കൊണ്ട് വിചാരപ്പെടുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം എന്നറിയോ? ഈ വിചാരങ്ങൾ നമ്മളിലേക്ക് തരുന്നത് നമ്മുടെ ജഡമാണ്. നമ്മുടെ ജഡം എന്തിനു വേണ്ടി ഇത് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മളെ ആത്മീയമായിട്ടുള്ള നമ്മുടെ മുന്നേറ്റത്തെ എങ്ങനെ തടയാം? ഹല്ലേലൂയ. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഈ ഭാഗമല്ല ഇന്ന് പറയാനിരുന്നത്, പക്ഷെ ഞാൻ വായിച്ചപ്പോൾ ദൈവാത്മ എന്നോട് ഈ ഭാഗം ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പിന്നെ ഇതിനകത്ത് എന്തോ കർത്താവ് ഇത്ര കാര്യമായിട്ട്. അപ്പൊ കർത്താവ് പറഞ്ഞ അതിഭക്ഷണം മദ്യപാനം പോലെ ഒന്ന് തന്നെയായിട്ടാണ് ഇവിടെ ദൈവത്തിന്റെ ഉപജീവന ചിന്തയും. അപ്പൊ നമ്മുടെയൊക്കെ ഉപജീവന ചിന്തകൾ, നമ്മുടെ കുഞ്ഞെപ്പോ പോവും, നമ്മുടെ കുഞ്ഞിന് എപ്പോ ഹല്ലേലൂയ വിസ കിട്ടും, നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ നാളെ അവൾ പോകുമ്പോൾ അവളുടെ കാര്യങ്ങൾ ആരും നോക്കും, അതെല്ലാം പറഞ്ഞ് എൻ്റെ അൻമോളുടെ വിശ്വാസം എനിക്കിഷ്ടം, ഹല്ലേലൂയ എന്ത് കാര്യം പറഞ്ഞാലും യഹോവ അമ്മ എന്തിനാ വിഷമിക്കുന്നത്, ദൈവം തരും.
ദൈവം യേശപ്പച്ചനല്ലേ ഇത് പറഞ്ഞത്, യേശപ്പച്ചനല്ലേ വിടുമെന്ന് പറഞ്ഞു, യേശപ്പച്ചനല്ലേ പ്രോമിസ് ചെയ്തത്, അപ്പൊ യേശപ്പച്ചൻ ചെയ്തു. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് ആർക്കും അങ്ങനെ ചിന്തിക്കും. പണ്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടൊരു കൊച്ചിന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. അവരുടെ വീട്ടിൽ ട്രിവാൻഡ്രത്തുള്ള ആ സിസ്റ്റർ, ആ സിസ്റ്ററിനെ അടുത്ത് അവര് തന്നെ പറഞ്ഞാണ്, അവര് ഹല്ലേലൂയ ശാസ്ത്രി വന്ന സമയമൊക്കെ അവരുടെ വീട്ടിൽ ഹാലേലിയ ആമയും പട്ടിണിയായിരുന്നു. ഹാലേലിയ ആമയും പല എന്തൊക്കെയോ സംഭവിച്ചിട്ട് ഹാലേലിയ അവർക്ക് പട്ടിണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി വെച്ച് കുടിക്കാൻ പോലും ഉള്ള സാമ്പത്തിയമില്ല. ആമയും പറഞ്ഞു, ഞങ്ങളുടെ മതിലിന് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ ചർച്ചിൽ പോകുന്ന വഴിയിൽ ഒന്നും ഈ കുറ്റിച്ചേരി ഒന്നും ഒരിടത്ത് പോലും ഇല്ല, കാരണം അതെല്ലാം ഞങ്ങൾ ഒടിച്ച് ഹാലേലിയ ഞങ്ങളത് അരിഞ്ഞിട്ട് ഹാലയില് കറിയും വെച്ച് ഹാലയെ കഞ്ഞിയും വെക്കുന്നതായിരുന്നു. പക്ഷേ ചില ദിവസങ്ങളിൽ കഞ്ഞിക്ക് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു ദിവസം കഞ്ഞി പോലും വെക്കാനില്ലാതിരിക്കുമ്പോൾ കൊച്ചു 2 പിള്ളേരാണ് ഹാല. ഇപ്പൊ അവർ രണ്ടുപേരും ഡോക്ടർമാരാട്ടോ. ഡോക്ടർ മറ്റൊരാൾ എഞ്ചിനീയറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഹാലയില് ഇളയ മോള് ഹാലയില് 6 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഹാലയില് വിശന്നിരുന്ന കരയും അവർ രണ്ടുപേരും. അപ്പം സിസ്റ്റർ എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ യേശപ്പച്ചനോട് പോയി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടു. ഹാലയില മോൻ പോയി കുറച്ച് സമയം കൂടുതലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോടിനപ്പാ ഞങ്ങൾക്ക് കഞ്ഞി തരണേ എന്ന് പറഞ്ഞു. അപ്പൊ മോള് പറഞ്ഞു, എന്തായാലും യേശപ്പച്ചനോടല്ലേ ചോദിക്കുന്നത്, അപ്പൊ കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പൊറോട്ടയും ബീഫ് ഫ്രൈയും വേണേന്ന് പറഞ്ഞു. ഹാലയില് അപ്പൊ അവള് യേശപ്പച്ചനോട് പോയിട്ട് പൊറോട്ടയും ബീഫ് ഫ്രൈയും വേണമെന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ പ്രാർത്ഥന വെറും 2 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അവള് തിരിച്ചവളുടെ അമ്മയെടുത്ത് വന്ന് അമ്മ ചോദിച്ചു, നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അപ്പോൾ അവള് ചോദിച്ചു തിരിച്ചു, യേശപ്പച്ചൻ എന്താ പൊട്ടനാണ്, ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതിയല്ലോ, ഞാനൊരു പ്രാവശ്യം പറഞ്ഞ് ഞാൻ പോന്നു. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള നിഷ്കളങ്കതയാണ് ശരിക്കും കറക്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോ അവർ വീട്ടിൽ അവരെ ചർച്ചിലെ ഒരു സഹോദരൻ വന്നു. ഉച്ച നേരമാണ്. പക്ഷെ വന്നപ്പോഴത്തെ സഹോദരൻ പറഞ്ഞപ്പം ഇവിടെ ഒന്നും ഇല്ല, കഴിച്ചില്ലേ അപ്പൊ ഞങ്ങളൊക്കെ കഞ്ഞി കുടിച്ചു പോയി, ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഹാലേലിയ. അപ്പൊ അയ്യോ ഞാൻ കഴിക്കാതെ വന്നു, ഇവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ചു വന്നു, എന്നാൽ ഞാൻ കടയിൽ പോയില്ല, കഴിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ച് ഹാലേലിയ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോയി. അവിടുന്ന് പോയി കഴിച്ചു കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കയ്യിൽ 2 പൊതി പൊറോട്ടയും ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. ഹാലലിയ. അപ്പൊ അത് കൊച്ചുങ്ങൾക്ക് കൊടുത്തപ്പം ഹാലലിയ മോള് പറഞ്ഞ കൊച്ചു നിഷ്കളങ്കതയോട് തന്നെ പറഞ്ഞു, ചേട്ടൻ പ്രാർത്ഥിച്ച കഞ്ഞിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ പ്രാർത്ഥിച്ച പൊറോട്ടയും ബീഫ് ഫ്രൈ, അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന യേശപ്പച്ചൻ കേട്ടത്. ഹാലലിയ. അപ്പം പൊറോട്ടയും ബീഫ് ഫ്രൈയും കിട്ടി. അപ്പൊ ആ സഹോദരന് മനസ്സിലായി ഇവിടെ കഞ്ഞിയും ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഹാലലി. അദ്ദേഹം പിന്നെ പോയി അരിയും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ആ കുഞ്ഞു പറഞ്ഞതാണ്. യേശുപ്പച്ചനോട് ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ യേശുപ്പച്ചൻ അത് കേട്ടു, അതിന് മറുപടി വരും. നമുക്കിടെയെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് പറയും, ഇത്രയും വീണ്ടും പറയും, ഇത്രയും വീണ്ടും പറയും, ഇതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസം യേശുപ്പച്ചനോട് ചോദിക്കാതെ തന്നെ യേശുപ്പച്ചനെ അറിയാം. ഇനി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു തവണ പറഞ്ഞാൽ കർത്താവ് അത് കേട്ടു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ചോദിക്കുമോ? ഇല്ല. കാരണം നമ്മൾ പിന്നെയും ചോദിക്കുന്ന കാര്യം എന്താ പറയാ, നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആണോ? ഞാൻ സാറാമ്മ സിസ്റ്റർ, എനിക്ക് കാശിന് ആവശ്യമുണ്ട്, പക്ഷെ പൈസ അയച്ചേക്കണേന്ന് പറഞ്ഞു. 1 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ സാറാമ്മ സിസ്റ്റർ അയക്കുവോ? 5 മിനിറ്റ് കഴിയുമ്പോൾ സാറാമ്മ സിസ്റ്റർ അയക്കുവോ എന്ന് ചോദിച്ചാൽ സാറാമ്മ സിസ്റ്റർ അയച്ചേക്കാൻ സിസ്റ്റർ എന്ന് പറഞ്ഞാലും എനിക്ക് സാറാമ്മ സിസ്റ്റർ അയക്കില്ലെന്ന് വിശ്വാസം ഇല്ലാത്തണ്ട പിന്നെയും ചോദിക്കുന്നത്. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ചോദിക്കത്തേയില്ല, കാരണം എനിക്കറിയാം സാറാമ്മ സിസ്റ്റർ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം കുറവ് കൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നോക്കും. ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ വരുന്ന ആകുല ചിന്തകളാണ് വീണ്ടും 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 നമ്മൾ കൊണ്ട് ചോദിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉപജീവനം ചിന്തയിച്ച ദിവസത്തേക്കുള്ള നാളത്തേക്കുള്ള ചിന്ത, അല്ല ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളത്തേക്ക്. അപ്പൊ ഓരോ ദിവസവും കഴിഞ്ഞു പോകാനുള്ള ജീവിക്കാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ചിന്തകൾ നമ്മളെ പലതിലും പിൻപിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഹാലല്യ നമ്മളോട് ഓരോ ദിവസം വചനം ഇടപെടുമ്പോൾ വെറുതെ അല്ല വചനം ഇടപെടുന്നത്, നമ്മുടെ ഓരോരുത്തരും ഉള്ളങ്ങളെ അറിഞ്ഞ വചനം ഇടപെടുന്നത്. നമ്മളവിടെ പോയാൽ എങ്ങനെയായിരിക്കും, ഇവിടെ ചെന്ന് എവിടെ ജീവിക്കും, അവിടെ ചെന്ന് എന്ത് ചെയ്യും, ഈ ചിന്തകളെല്ലാം എടുത്തു കളയണം. നമ്മുടെ കരുനാപ്പള്ളി ജോളിയാൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ മകൻ ബോംബെയിലേക്ക് പോയോ, അവിടെ ചെന്ന് എന്തായിരിക്കും അവന് അക്കോമഡേഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം എങ്ങനെയായിരിക്കും, അത് ഒറ്റയ്ക്കായിരിക്കും എങ്ങനെയായിരിക്കും, ഈ ചിന്തയൊക്കെ അങ്ങോട്ട് എടുത്ത് കളയുക.
ഞാനിപ്പോ ഹാലയിലെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ നിന്നിട്ട് അയ്യോ മോൾ ഒറ്റയ്ക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഹാലയിൽ അവിടെ ചെന്നിട്ട് അവിടേക്ക് തന്നെയാകട്ടെ. ഞാൻ പറയും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം 90% കുഞ്ഞുങ്ങളും തന്നെയാ പോകുന്നത് യു കെ പോകുമ്പോഴൊക്കെ. ഹല്ലേലൂയ. അപ്പൊ പഠിക്കാനൊക്കെ ആർക്കും കൊണ്ടുവിടാൻ പറ്റത്തില്ല. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒന്ന് എനിക്ക് ഉറപ്പാണ് ഈ ലോകത്തിലെ ആര് കൂടെ പോകുന്നതിനേക്കാൾ എന്റെ സ്വർഗത്തിലെ അപ്പൻ അവർക്ക് തുണയായിട്ട് കൂടെയുണ്ട്. യേശുപ്പച്ചൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും, ദാവീദിന്റെ ഭാഷയെ പറഞ്ഞ ഏത് കൂരുകളുടെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടത്തില്ല. ഹാലേലിയ. ഒരു ഭക്തനായിരുന്ന ഹാലേലിയ, ദാസനായിരുന്ന ദാവീദിന്റെ വിശ്വാസം അത്രത്തോളം ഉറച്ചതാണെങ്കിൽ മക്കളെന്ന അവകാശം നമ്മുടെ വിശ്വാസം എവിടെയാ നിൽക്കുന്നത്? നമ്മുടെ ഉറപ്പ് എവിടെയാ? പണ്ട് എനിക്ക് വേണുപാസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാവുകയില്ല. അത് കൊള്ളാവില്ല. എൻ്റെ അപ്പച്ചനുള്ളത് കൊണ്ട് അയൽക്കാരത്തെ പഴത്തെ പയ്യൻ പറയാ, നീ അപ്പച്ചൻ അവിടെ ഉള്ളത് കൊണ്ട് എനിക്കൊന്നിനും ഭാരമില്ല, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. അപ്പൊ മക്കൾ വിചാരിക്കുന്ന ദൈവമേ ഞങ്ങൾ വീട്ടിലുണ്ടായിട്ട് ഞങ്ങൾക്ക് ഇത്ര നാളിട്ട് ഇത് വെളിപ്പെട്ടില്ലല്ലോ. നമ്മൾ പുത്രന്മാരാ, പുത്രത്വത്തില്ല. യഹോവ എൻ്റെ പിതാവാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല എന്ന് നമ്മളാ പറയേണ്ടത്. കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പൻ സകലത് ഒരുക്കിയതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകുന്നത്. ഞാൻ അന്നേരം വിഷമിച്ച് ഭാരപ്പെട്ട് അയ്യോ ഞാൻ നാളെ എങ്ങനെ ജീവിക്കുന്നത് ചിന്തിക്കുക. അയൽക്കാരൻ വന്നിട്ട് പറയാം, അല്ലത്തൊരു കൊച്ചു വന്നല്ലേ നമ്മുടെ വീട്ടിലെ ഒരു ദാസന്റെ ഒരു വയലക്കാരന്റെ മുമ്പ് വന്നിട്ട് ഈ അപ്പച്ചൻ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തുള്ളൂ. ദാസ്യത്വത്തിലായിരുന്ന ഹല്ലേലൂയ. വെറും ഭക്തനായി ജീവിച്ച ഹല്ലേലൂയ. ദാവീദിന്റെ വിശ്വാസവും ദാവീദിന്റെ ഓരോ സമയത്തും ദാവീദിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും നമ്മളെ ഇന്ന് നമ്മൾ ഭാരപ്പെട്ടിരിക്കാൻ ബലപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ അതിനെക്കാട്ടി വിശ്വാസത്തോടെ അതിനെക്കാട്ടി ഉറപ്പോടെ വിളിച്ച് പറയേണ്ട മക്കളെ പുത്രത്വത്തിൽ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്കത് സാധിക്കുന്നില്ല പലപ്പോഴും. നമ്മൾ ആശ്വസിക്കണേ ദാവീദിന്റെ സങ്കീർത്തനം എടുക്കണം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് എനിക്ക് സഹ എവിടെ നിന്ന് വരും? എന്റെ സഹ ആകാശവും കുറിച്ചിട്ട് യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഇത് നമ്മൾ പറയണമെങ്കിൽ ദാവീദിന്റെ സങ്കീർത്തനത്തിന്റെ സപ്പോർട്ട് വേണം നമുക്ക്. യഥാർത്ഥത്തിൽ പറയാനുള്ളത് ആരാ? നമ്മളാ ഡിക്ലെയർ ചെയ്യേണ്ടുന്നത്. കാരണം അവിടെ ഹല്ലേലൂയ അവൾ പറയുന്നത് സഹായം വരുന്ന ദൈവമായി നിൽക്കുമ്പോൾ ഞാൻ പറയും ഇതെന്റെ അപ്പനാ, ഞാൻ അവകാശിയാ. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന് എന്തൊക്കെ അവകാശങ്ങൾ ദൈവം കൊടുത്തു അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും യാചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഭാരപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നത്. അവകാശി സകലത്തിന് യജമാനനാ. പക്ഷേ ബോധം വന്നില്ല എന്തോ ചെയ്യും. ഹല്ലേലൂയ. ഞാനിപ്പോ സംസാരിക്കുന്നത് ദൈവത്തിന്റെ എന്നോട് കൂടിയാ. എന്നോട് ഇടപെടുന്ന വചനമായിരിക്കും ദൈവം ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കും. അല്ലെ നമ്മളായിരിക്കുന്ന ആരെങ്കിലോടൊക്കെയല്ലോ. ഞാനിപ്പോ ഭാരപ്പെടുന്നുണ്ട് ഷാർജയിലേക്ക്. ഇപ്പം മോൾഡ് ചെയ്ത് കഴിയുമ്പോൾ മടങ്ങിപ്പോകണം. ഒരുപാട് ആവശ്യങ്ങൾ മുൻപിലുണ്ട്. എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഭാരപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഭാരപ്പെട്ടത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ചും കൂടെ ഞാൻ ഡൗണായി, എൻ്റെ പ്രാർത്ഥന ഡൗണായി, എൻ്റെ ആത്മീയത ഡൗണായി, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാനസികമായും ആത്മീയമായും ശാരീരികമായും എല്ലാ മേഖലയും ഞാൻ ഡൗൺ ആകുമെന്നല്ലാതെ ഭാരം കൊണ്ട് വിചാരം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും വരാൻ പോകുന്നില്ല. അല്ലേ? നമ്മൾ വിചാരം കയറി കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയത മാത്രമല്ല, നമ്മൾ കുക്കിംഗ് ചെയ്യുന്നവർക്കാന്ന് അറിയാം, എന്തെങ്കിലുമൊക്കെ ചിന്തയൊക്കെ ഭയങ്കര ഒരു ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കറിക്കകത്ത് എന്തെങ്കിലുമൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ പോകും. ഒന്നും പെർഫെക്റ്റ് ആകത്തില്ല നമ്മൾ ചെയ്യുന്ന കാര്യം. കാരണം നമ്മളുടെ ഭാരം നമ്മളുടെ നോർമലായി ചിന്തിക്കാൻ പോലും നമ്മളെ സഹായിക്കുന്നില്ല. നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന് വിചാരിച്ചാൽ നമ്മൾ പോകുമ്പോൾ ബസ് കിട്ടുന്ന സമയത്ത് അവിടെ സമയത്ത് എത്താൻ പറ്റുമോ, ആളെ കാണാൻ പറ്റുമോ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ, മഴ പെയ്യുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഈ ചിന്തകൾ നമുക്ക് ആവശ്യം ഇല്ല. കാരണം നമ്മളുടെ ദൈവം കൂടി. ഇനിയിപ്പം എന്തെങ്കിലും സാഹചര്യം മോശമായാൽ നമുക്ക് ദൈവം തന്ന അധികാരമുണ്ട്. നമ്മൾ വായി തുറന്ന് കൽപ്പിച്ചാൽ
അത് കറക്റ്റ് ആകും. മഴ പെയ്യാനായിട്ട് മൂടിക്കെട്ട് നിൽക്കുകയാണ്, ഹാലെ കൈ ഉയർത്തി മഴ പെയ്യരുത് എന്ന് നമ്മൾ പറയും, പെയ്യത്തില്ല. നമ്മൾ പോയി തിരിച്ചു വന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് കയറും വരെ മഴ പെയ്യരുതെന്ന് പറഞ്ഞാൽ പെയ്യാതെ നിൽക്കും. ഹാലിലെ കാരണം വെച്ചാൽ നമുക്ക് ദൈവം തന്ന അധികാരമാണ്. നമ്മൾ ഹാലിലെ പുത്രത്വത്തിലുള്ളവരാണ്. ഹാലിലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രിയും പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ അരവിന്ദ് മോഹൻ പാസ്റ്ററുടെ ഒരു ഷോർട്ട് വീഡിയോ കേട്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ പല വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടും. ദൈവം പറയും, മോനെ നിന്റെ വിഷയങ്ങളല്ല എൻ്റെ വിഷയം, നീ തന്നെ എൻ്റെ വിഷയം. യു ആർ മൈ സബ്ജക്റ്റ്. നമ്മൾ ഓരോരുത്തരും നോക്കി ദൈവം പറയാ, നിങ്ങൾ ഓരോരുത്തരുമാണ് എൻ്റെ വിഷയങ്ങൾ. കാരണം നമ്മൾ ഒരു കെട്ട് വിഷയമാണ് ദൈവത്തിനടുത്തേക്ക്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ദൈവത്തിന്റെ ഹാലയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം നമ്മുടെ ആവശ്യങ്ങൾ ഹാലയിൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ വിഷയങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ ഇന്നത്തെ പ്രഭാതി പരിശുദ്ധാത്മ നമ്മളോട് പറയുന്നത്, നമ്മൾ അതിഭക്ഷണം, മദ്യപാനം ഇതൊക്കെ മോശമാണെന്നും അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ഇതൊക്കെ നമ്മുടെ ആത്മീയതയെ കെടുത്തുമെന്നും അല്ലെ നമ്മുടെ മുൻപോട്ടുള്ള ഓട്ടത്തെ തടസ്സപ്പെടുത്തും നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അതേക്കാട്ടി അതിനോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കേണ്ട ഒന്ന് തന്നെയാണ് ഉപജീവന ചിന്തകൾ. നമ്മളെ നാളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നമ്മൾ അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്താകും, ഇനി എങ്ങനെയാകും മുൻപ് എങ്ങനെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ആ ഉപജീവന ചിന്ത ദിവസം തോറും വരേണ്ട ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നവരാണെങ്കിൽ, നാളെക്കുറിച്ച് ഭാരപ്പെടുന്നു, അടുത്ത ആഴ്ചയെക്കുറിച്ച് ഭാരപ്പെടുന്നു, അടുത്ത മാസത്തെക്കുറിച്ച് ഭാരപ്പെടുന്ന, വർഷത്തെക്കുറിച്ച് ഭാരപ്പെടുന്നു, ഇങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കെണി പോലെ നിൽക്കും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വീണ്ടും പോലും ഒരുങ്ങാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസം അല്ലാത്തവരിൽ കാണുന്ന സ്വഭാവമാണ് ഈ ആകുല ചിന്തകൾ. പാടുമ്പോഴൊക്കെ നമ്മൾ പാടും, ആകുല ചിന്തകൾ പേരില്ലെന്നും തൊടില്ലെന്നും ഒക്കെ. ഹാലേലിയ. ഭാരങ്ങൾ ഓർത്തിനി കരയില്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തും കരയുന്നത് ചിലപ്പോൾ ഭാരങ്ങൾ ഓർത്ത് തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളും സകല ഭാരങ്ങളും, അതിനകത്ത് ചെറുതൊന്നും വലുതൊന്നും ഇല്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സിസ്റ്റർ ഞാനിപ്പോ വിട്ടു. വലിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ നടക്കും വരെ ഞാൻ എങ്ങനെ വിട്ടുകളയും, അതൊക്കെ ഇച്ചിരി ഭാരമായി തന്നെ ഇരിക്കാന്ന് വിചാരിക്കില്ലേ. ചെറുതാകട്ടെ വലുതാകട്ടെ സകല ഭാരങ്ങളും നമുക്ക് ദൈവത്തെ അതെല്ലാം വിട്ടിട്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടുകൂടെ ഹല്ലേലൂയ. അപ്പൊ ഇവിടുത്തെ എല്ലാ ചിന്തകളും നമുക്ക് കർത്താവിന്റെ കരത്തിലേക്ക് കൊടുക്കുക. പ്രഭാതത്തിൽ എല്ലാവരും ഒന്ന് ഫ്രീ ആകുക. നമ്മുടെ ഭാരങ്ങളൊക്കെ ഇട്ട് തല വെച്ചുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയയില്ല. അപ്പം നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊടുക്കാന്ന് ദൈവം പറഞ്ഞിട്ട് നമ്മുടെ ഭാരങ്ങളൊക്കെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ കർത്താവിന്റെ വരവെങ്കിൽ നമ്മൾ എടുക്കപ്പെടണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. പക്ഷെ നമ്മൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ദിവസം കെടി പോലെ നമ്മുടെ ജീവിതത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാവർക്കും വരും. പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി ഉണർന്നും കർത്താവ് പറഞ്ഞ പോലെ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാർത്ഥന സദാകാലം ഉണർന്നും പ്രാർത്ഥിക്കും. നമുക്ക് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാം. ഉണരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ആത്മീയമായിട്ട് ശരീരം എല്ലാ രീതിയിലും നമുക്ക് ഉണരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് നമ്മൾ ഓട്ടം സ്ഥിരതയോട് ഓടാൻ കഴിയത്തില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.